होटल क्वींस टैक्सी। देखो एक अर्जेंट डिलीवरी बॉय। ठीक है, जाओ जाओ। സത്യരാജ്, നീ ഇവിടെ? എല്ലാം പറയാം. നീ ഗൾഫിലാണെന്നാണ് ഞാൻ കേട്ടിരുന്നത്. ആയിരുന്നു. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നു? ആരെങ്കിലും കണ്ടാൽ? എനിക്കല്ലേ കുഴപ്പം. പോലീസിന്റെ കയ്യിൽപ്പെട്ടാൽ കൊല്ലും കൊലയുമടക്കം എത്രയോ കുറ്റങ്ങൾക്ക് ഞാൻ ഉത്തരം പറയണം. എനിക്ക് സാറിനോട് അല്പം സംസാരിക്കാനുണ്ട്, സ്വകാര്യമായിട്ട്. പറഞ്ഞോളൂ, എന്താന്ന് വെച്ചാൽ. വീട്ടുകാരെല്ലാം ഉറങ്ങാണ് മേലെ. മിസ്റ്റർ വിൻസെന്റ് ആണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. അദ്ദേഹം മദ്രാസിലും തൂത്തുക്കുടിയിലും ഇറക്കിയിട്ടിരിക്കുന്ന ടൺ കണക്കിന് സിമന്റുകൾ വിറ്റഴിക്കാൻ സാറിന്റെ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്ത് സഹായം? ആ സിമന്റ് ഇല്ലാത്തൊരു ധർമ്മസ്ഥാപനത്തിന്റെ പേരിൽ വന്നതാണെന്ന് നിങ്ങൾക്കറിയാം. ആ കാര്യം എൻഫോഴ്സ്മെന്റുകാരെ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി നിങ്ങൾ 2 പ്രാവശ്യം പണം വാങ്ങിയില്ലേ? ഇനിയും ആവശ്യപ്പെട്ടില്ലേ പണം? അതിൽ നീ ഇടപെടണ്ട. എടോ ചാക്കോച്ച, ആ കണക്ക് തീർക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. സത്യരാജ്, അരുത് അരുത് സത്യരാജ്. ചാക്കോച്ച, വിൻസെന്റ് ഹിയർ. സാറിന്റെ പെട്രോൾ ബങ്കിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അക്കൗണ്ട്സ് മുഴുവൻ സെറ്റിൽ ചെയ്തോ? മുഴുവൻ കണക്കും തീർത്തു. നിന്നെ ഇപ്പൊ തന്നെ കൊണ്ടുവിടും. അവർ ക്ലിയറൻസ് കിട്ടിയ ഉടൻ തന്നെ പുറപ്പെടും. ഫ്രാങ്ക് നമ്മുടെ ആളാണ്. ബോംബെയിൽ പറഞ്ഞ മാതിരി എല്ലാ കാര്യങ്ങളും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ശരി ശരി, ഓക്കെ. ഡാഡി മദ്രാസ് കോൾ കിട്ടിയോ? അവിടെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യാൻ ആ സിമന്റ്. അതൊന്നും നീ ഇപ്പൊ അന്വേഷിക്കണ്ട. പോയി കിടന്ന് തുടങ്ങ്. ചെല്ലേ. ചേട്ടാ, എന്റെ കൂട്ടുകാരൻ പോയി എന്നെ വിട്ടേച്ച്. എവിടെയാണ്? വരൂ. അകത്തേക്ക് കിടക്കണ്ട, ഇവിടെ ഒന്ന് കണ്ടോളൂ. എനിക്ക് വീട്ടുകാരിന്ന് കാണേണ്ടിയിരുന്നു. ഞാനിവരുടെ അകത്ത് മൊഴിയെടുക്കുകയാണ്. അയാൾ തന്നെയാണോ കാർ ഓടിച്ചത്? അതെ. ആ മനുഷ്യ കണ്ട ഇനി തിരിച്ചറിയൂ? പ്രത്യേക അടയാളം വല്ലതും? നല്ല ഉയരം, ഒത്ത തടിയായിട്ട്. ശരി, സാറ് മാത്രം നിൽക്കുള്ളൂ. നിങ്ങളുടെ വീടിന്റെ ഏത് ഭാഗത്ത് നിന്നാ കണ്ടത്? മാളികയിൽ ഞാൻ കിടക്കുന്ന മുറിയുടെ ജനാലയിൽ കൂടി. രവി, നിങ്ങളുടെ കമ്മീഷണർ വന്നില്ലേ? ഇവിടെ ഉണ്ടായിരുന്നു സാർ. DIG വിളിച്ചിട്ട് ഇപ്പോഴും ഇറങ്ങിയതേ ഉള്ളൂ. ഈ സമയം വരെ ആ ബോഡി പോസ്റ്റ്മോർട്ടം അയക്കാൻ കഴിഞ്ഞില്ല അല്ലേ? സാർ, അവിടെ ഇൻക്വസ്റ്റ്. ഇൻഫിഷ്യൻസ് എന്ന് പറയൂ. എവിടെ വെട്ടിക്കൊന്നാലും ചുട്ടുകരിച്ചാലും ഒരു പരിപാടിക്ക് എത്തുന്ന കൗതുകത്തോടാണ് നാട്ടുകാരും പത്രക്കാരും ഓടിക്കൂടുക. ആ ടാക്സി ഡ്രൈവറെ ക്വസ്റ്റ്യൻ ചെയ്തോ? സാർ, ഇന്ന് പുലർച്ചെ ആ കാർ കണ്ടുകിട്ടുമ്പോൾ ഡ്രൈവർക്ക് ബോധമില്ലായിരുന്നു. അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ബാലു ആണ് വണ്ടി കസ്റ്റഡിയിലെടുത്തത്. ഡ്രൈവറെയും അയാൾ കൊണ്ടുപോയിരിക്കുകയാണ്.
പിന്നൊരു വിവരവുമില്ല. ഏത് ബാലു? കരടി. സോറി സാർ, റൂറൽ CI ബൽറാം. പോലീസ് ഓഫീസർ ആണെങ്കിലും ഹീസ് എ റെക്ലെസ് ബ്രൂട്ട്. ആ ഡ്രൈവറെ ഇടിച്ചു കൊല്ലുമോ എന്നാ എന്റെ പേടി. ഡോണ്ട് ബി സില്ലി അസീസ്. സാർ, എനിക്ക് ബാലുവിനോട് പേഴ്സണൽ കിറ്റ് ഉണ്ടായിട്ട് പറയുന്നതല്ല. സാറിന് അറിയാമല്ലോ, സസ്പെൻഷൻ കഴിഞ്ഞ് അയാൾ സർവീസിൽ കയറിയിട്ട് 6 മാസമായിട്ടില്ല. അതിനിടയ്ക്ക് കൊല്ലത്തും കോട്ടയത്തും പാലക്കാട്ടും ഒക്കെ മുഖം കാണിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. ആൾ വേർ പണിഷ്മെന്റ് ട്രാൻസ്ഫേഴ്സ്. കുടിയും വഴക്കം തന്നെ കാരണം. വിളിക്കണേ. സ്റ്റേഷനിലും ക്വാർട്ടേഴ്സിലും ഞാൻ പലതവണ ട്രൈ ചെയ്തതാണ്, കിട്ടിയില്ല. ഒളിവിൽ പോയ പ്രതിയേക്കാൾ കഷ്ടം ഈ പോലീസ് ഓഫീസറെ കണ്ടുപിടിക്കാനാണ്. ഫ്രാങ്ക് ഫോൺ ചെയ്തോ? രാത്രി 8 മണിക്ക് ഒരു പുറങ്ങടലിലെത്തും. ഇരുട്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. അതുവരെ ഞാനിവിടെ. എനിക്ക് ഭ്രാന്ത് പിടിക്കും. വെസൽ ബ്രോക്കർ പറഞ്ഞിട്ട് ഒരാളോട് വന്നിട്ടുണ്ട് നിങ്ങളെ കാണാൻ. പാസ്പോർട്ടിന്റെ കാര്യത്തിനാണെന്നാ പറഞ്ഞത്. പാസ്പോർട്ട് ബോംബെയിൽ ശരിയാക്കിയെന്നല്ലേ? ശരി, ആരോ വിളിക്കും. നിങ്ങളാരാ? ഇൻസ്പെക്ടർ ബൽറാം. ഇവൻ ഇങ്ങോട്ട് കേട്ടു. ഇല്ല, ഇവരെ ചോദ്യം ചെയ്താൽ ഞാൻ വിട്ടുകൊടുക്കൂ. നോ, ഇൻവെസ്റ്റിഗേഷൻ ചാർജ് എനിക്കാണ്. ഡോണ്ട് ആർഗ്യൂ. കം ഓൺ.
വാ 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 വാ. മോൻ അപ്പൂപ്പനെ മറന്നോടാ? ഓർക്കാനീ അപ്പൂപ്പനെ അവനെങ്ങനെ കാണാറില്ലല്ലോ. അത് നീ എന്നെ ഒന്ന് ഇരുത്തിയതാണല്ലോ മോളെ. ഇന്ന് മോഹമില്ലാഞ്ഞിട്ടല്ല, അടുത്താണോ എന്നും വന്ന് കാണാൻ. ഇപ്പൊ തന്നെ ഇവിടെ ഒരു കൊല നടന്നു അറിഞ്ഞപ്പോ പെട്ടെന്ന് പുറപ്പെട്ടു വന്നതാ. മരിച്ച ആളിനെ അച്ഛൻ അറിയായിരുന്നോ? സർക്കാർ കോൺട്രാക്ടർമാർക്ക് സിമന്റ് കച്ചവടക്കാരെ അറിയാതിരിക്കാൻ പറ്റില്ലല്ലോ. അടുത്ത് നടന്ന ഒരു ഇടപാടിൽ നല്ലൊരു തുക അയാൾ എനിക്ക് തരാനുണ്ട്. ലക്ഷ്യമൊന്നുമില്ല. ജയനെ കണ്ടൊരു വഴി ആലോചിക്കണം. അച്ഛന് കുടിക്കാൻ വല്ലതും എടുക്കട്ടെ? ഇല്ല 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 ഇല്ല. മോനെ നോക്കാൻ ഞാൻ അയച്ച പയ്യനെ നീ എന്താ തിരിച്ചയച്ചത്? ഈ വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക് അന്യരെ അറിയിക്കണമെന്ന് കരുതി. വഴക്കോ? മകളുടെ ക്ഷേമം അന്വേഷിക്കാനല്ലല്ലോ അച്ഛൻ വന്നത്, വക്കീലിനെ കാണാനല്ലേ. മരുമകൻ ഓഫീസിലുണ്ട്. ഒരു സാധാരണ കുറ്റവാളിയല്ല സത്യരാജ്. ഹീസ് എൻ ഇന്റർനാഷണൽ ക്രിമിനൽ. എങ്ങനെ വാദിച്ചാലും ജാമ്യം കിട്ടില്ല. ഞാൻ പറഞ്ഞ വഴി ഒന്ന് ആലോചിച്ച് നോക്കൂ. പണം എത്ര വേണമെങ്കിലും കൊടുക്കാം. ജഡ്ജിയെ സ്വാധീനിക്കാനോ? നടക്കില്ല മിസ്റ്റർ വിൻസെന്റ്. നിങ്ങൾ ചെയ്യേണ്ടത്, പറയൂ. കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ചാർജ് CA രവിക്കാണ്. FIR-ലും ഇൻക്വസ്റ്റിലും പ്രതിയെ ഫേവർ ചെയ്യുന്ന വിധത്തിൽ എഴുതണം. പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ പിടിക്കേണ്ടത് സാക്ഷികളെയാണ്. പണം കൊടുത്തോ പ്രലോഭിപ്പിച്ചോ നടന്നില്ലെങ്കിൽ അത് ഭീഷണിപ്പെടുത്തിയിട്ടെങ്കിൽ ഞാൻ ചെയ്യാം. എങ്കിൽ ഈ കേസിൽ സത്യരാജനെ ശിക്ഷിക്കില്ല. അക്കാര്യം ഞാൻ ഏറ്റു. നാളെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമല്ലോ. നമുക്ക് അവിടെ വെച്ച് കാണാം.